എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2വിന്റെ ഇൻവെന്ററി മാനേജ്മെന്റ് തൊട്ടുള്ള പോർഷൻസ് ആണ്. അതിന് തൊട്ട് മുന്നേ വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ് ഇവയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററിയെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, എന്തിനാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തേണ്ടത് എന്നുള്ളതാണ്. എന്തിനാണ് നടത്തേണ്ടത്? റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈമിൽ, റൈറ്റ് കോസ്റ്റിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? നമുക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ, മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ, നമുക്ക് പ്രധാനമായും 3 തരത്തിലുള്ള ഇൻവെന്ററികളായിരിക്കും നമ്മളുടെ കൈവശം ഉണ്ടാവുക. ഒന്ന് റോ മെറ്റീരിയൽ എന്ന തരത്തിൽ, ക്ലിയർ അല്ലേ? നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ. മറ്റൊന്ന് വർക്ക് ഇൻ പ്രോഗ്രസ്, WIP എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഇട്ടു, എന്നാൽ ഫിനിഷ്ഡ് ഗുഡ് ആയതുമില്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈമിൽ, റൈറ്റ് കോസ്റ്റിൽ അവൈലബിൾ ആക്കണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയലിനെയും വർക്ക് ഇൻ പ്രോഗ്രസിനെയും ഫിനിഷ്ഡ് ഗുഡ്സിനെയും പ്രോപ്പറായി മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് പഠിക്കുന്നത്. ഓക്കെ ആണോ? സോ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? എൻഷുവർ സ്മൂത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ. പ്രോപ്പർ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തും, സെയിൽസ് സ്മൂത്ത് ആണെന്ന് ഉറപ്പുവരുത്തും. എപ്പോഴാണ് സെയിൽസ് സ്മൂത്ത് ആവുന്നത്? കാലാകാലങ്ങളിൽ ഒരു തരത്തിലുള്ള ഗ്യാപ്പും ഇല്ലാതെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സെയിൽസ് സ്മൂത്ത് ആയിരിക്കും. അതുപോലെ മിനിമൈസ് ഹോൾഡിംഗ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർഹൗസ് ചാർജുകൾ. നമ്മൾ ഉണ്ടാക്കിയ സാധനം റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിക്കോട്ടെ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ വിൽക്കുന്ന കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്. അതുപോലെ ഓർഡറിംഗ് കോസ്റ്റ്, വീണ്ടും ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനാകുന്ന എക്സ്ട്രാ കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്. ഇതൊക്കെ മിനിമൈസ് ചെയ്യാൻ ഇൻവെന്ററി മാനേജ്മെന്റ് സഹായിക്കും. അതുപോലെ അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് ഓവർ സ്റ്റോക്കിംഗ്. സ്റ്റോക്ക് ഔട്ട് അവോയ്ഡ് ചെയ്യാൻ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈവശം ഇല്ലാത്ത സിറ്റുവേഷൻ, അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓവർ സ്റ്റോക്കിങ്ങും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധനവും കൂടെ നോക്കേണ്ടുന്ന വെയർഹൗസ് കോസ്റ്റ് കൂടും. അത് ആ ഒരു പ്രോസസ്സിൽ നഷ്ടം സംഭവിച്ചു പോകാനുള്ള ചാൻസും കൂടും. സോ ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല, സ്റ്റോക്ക് ഔട്ടും പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും? ഇൻവെന്ററി മാനേജ്മെന്റിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് റീഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവൽ, സേഫ്റ്റി സ്റ്റോക്ക്, ABC അനാലിസിസ്, അതുപോലെ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. ക്ലിയർ അല്ലേ? അതിൽ ഒന്നാമത്തതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിലാണോ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും, ക്ലിയർ ആണോ? ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്നും പറയാം. ക്ലിയർ ആണോ? ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആയിട്ടുള്ളത്, ആ ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റിയെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റും മിനിമം ആയിരിക്കണം. ക്ലിയർ ആണോ? അതുപോലെ ക്യാരി ചെയ്യാനുള്ള, അതായത് ആ ഒരു സംഭവം ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് മിനിമം ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റി, ക്ലിയർ അല്ലേ? അതാണ് നമ്മളുടെ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? √2AO ഡിവൈഡഡ് ബൈ C, വേർ A എന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഗുഡ്സ് ആണോ മേടിക്കാൻ പോകുന്നത് ആ ഗുഡ്സിന്റെ ആനുവൽ ഡിമാൻഡ്, ഒരു വർഷം ആ ഗുഡ്സ് എത്ര നമ്മൾ ഉപയോഗിക്കുന്നു. O എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആകും, ഓർഡറിംഗ് കോസ്റ്റ് എത്രയാകും. C എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം ആ ഗുഡ്സിന്റെ ഒരു യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ എത്ര കോസ്റ്റ് ആകും, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ക്ലിയർ ആണോ? സോ √2 into AO ഡിവൈഡ് ബൈ C ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും. ക്ലിയർ അല്ലേ? എന്തിനാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? അവോയ്ഡ് ഫ്രീക്വന്റ് ഓർഡർ. എപ്പോഴും ഓർഡർ ചെയ്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, EOQ കണ്ടെത്തി കഴിഞ്ഞാൽ. അപ്പൊ ആ പ്രോപ്പർ ലെവലിൽ ഓർഡർ ചെയ്താൽ മതി. ആ ലെവലിൽ ഓർഡറിംഗ് കോസ്റ്റ് മിനിമം ആയിരിക്കും. അതുപോലെ ഒരുപാട് കൂടുതൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്യാം. ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതാണ് EOQവിന്റെ പ്രത്യേകത. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് റിലേറ്റഡ് ടു ഇൻവെന്ററി മാനേജ്മെന്റ്, റീഓർഡർ ലെവൽ.
റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലാണ് അടുത്തൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലെ? ഏത് ലെവലിലാ? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം ചെയ്യുമ്പോൾ ഏതാണോ ലെവൽ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം യൂസേജ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻവെന്ററി നിങ്ങൾ എത്ര മാക്സിമം യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഹയസ്റ്റ് പോസിബിൾ ഡെയിലി ഓർ വീക്ക്ലി കൺസംഷൻ ഓഫ് എ പെർട്ടിക്കുലർ യൂണിറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റോക്ക്. ക്ലിയർ ആണോ? അതാണ് മാക്സിമം യൂസേജ്. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഫാക്ടറിയിൽ എത്തിച്ചേരും, അതാണ് ലീഡ് ടൈം. മാക്സിമം ലീഡ് ടൈം, മാക്സിമം എത്ര ദിവസം എടുക്കും, അതാണ് മാക്സിമം ലീഡ് ടൈം. 10 ദിവസം മാക്സിമം എടുത്തത് വരുമെങ്കിൽ 10 ദിവസം എടുക്കത്തുള്ളൂ മാക്സിമം എങ്കിൽ 10 മാക്സിമം ലീഡ് ടൈം. സോ മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം ചെയ്താൽ റീ ഓർഡർ ലെവൽ കിട്ടും. ഇറ്റ് ഈസ് ദ ഇൻവെന്ററി ലെവൽ അറ്റ് വിച്ച് എ ന്യൂ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ്. ഈ ലെവലിൽ പുതിയ ഓർഡർ കൊടുത്തിരിക്കണം, റീ ഓർഡർ ലെവലിൽ. ഓക്കെ അല്ലേ? അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നു? പ്രോപ്പർ റീ ഓർഡർ ലെവൽ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടും ടൈംലി ആയിട്ടും റീപ്ലെനിഷ്മെന്റ് നടക്കും. അതായത് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല, നമുക്ക് സ്റ്റോക്ക് ഔട്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സും സെയിൽസും ഡിസ്റപ്ഷൻ ഒന്നുമില്ലാതെ സ്മൂത്ത് ആയി പോകും. ക്ലിയർ അല്ലേ? അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. സേഫ്റ്റി സ്റ്റോക്ക് ക്ലിയർ ആണോ? സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? Safety stock is the extra inventory kept above the normal requirement to prevent stock out. Stock out പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുന്ന എക്സ്ട്രാ ഇൻവെന്ററിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. നോർമലി നമുക്ക് ഇത്ര മതി പ്രോപ്പർ ആയിട്ട് പ്രൊഡക്ഷൻ നടത്തി പോകാൻ. പക്ഷെ എന്തെങ്കിലും നമുക്ക് മുൻകൂട്ടി കണക്ക് കൂട്ടാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? കരുതലായി എക്സ്ട്രാ ഇൻവെന്ററി, എക്സ്ട്രാ സ്റ്റോക്കും കൂടെ കരുതി വെക്കും. ആ എക്സ്ട്രാ സ്റ്റോക്കിനെ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റിന് ഒരു ഡിമാൻഡ് ഉണ്ടായാൽ, സാധാരണഗതിയിൽ ഇത്രയേ ഉള്ളൂ ഡിമാൻഡ്, അതിനുവേണ്ടി ഇത്ര യൂണിറ്റ് മതി പ്രൊഡക്ഷൻ നടത്താൻ. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയ ഡിമാൻഡ് ഉണ്ടായാലോ? അല്ലെങ്കിൽ നമ്മൾ റീഓർഡർ ചെയ്ത് മാക്സിമം 10 ദിവസം എടുക്കത്തുള്ളൂ, എന്തെങ്കിലും കാരണത്താൽ 10ൽ കൂടുതൽ ദിവസം എടുത്താലോ, ഡിലേ ആയാലോ ഡെലിവറി. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ കാരണം ഓൾറെഡി മേടിച്ച സ്റ്റോക്ക് നമുക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വന്നാലോ? ഇങ്ങനെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഡീല് ചെയ്യണം. നമുക്കപ്പൊ പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ സ്റ്റോക്കിലെ പ്രൊഡക്ഷൻ നിർത്തുക, അങ്ങനെ നിർത്തിയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആവശ്യമുള്ളതിനേക്കാളും എക്സ്ട്രാ കരുതി വെക്കും. ഈ എക്സ്ട്രാ പോർഷനെ നമുക്ക് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സേഫ്റ്റി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു ബഫർ അവിടെ ക്രിയേറ്റഡ് ആകും, നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് പ്രൊട്ടക്ട് ബിസിനസ് ഫ്രം അൺസർട്ടനിറ്റി, അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു അനാലിസിസ് ആണ്, ബെറ്റർ ഇൻവെന്ററി കൺട്രോളിന് വേണ്ടി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ABC analysis is an inventory categorization technique. ഇൻവെന്ററിയെ ABC എന്ന് 3ആയി കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ്. എന്തിന്റെ ബേസിസിലാണ് ഇൻവെന്ററിയെ കാറ്റഗറൈസ് ചെയ്യുന്നത്? ഓൺ ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെന്ററി ഐറ്റം. ഇൻവെന്ററി ഐറ്റത്തിന്റെ വില അല്ലെങ്കിൽ അതിന്റെ മൂല്യം, ആ ഇൻവെന്ററി ഐറ്റത്തിന് ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻസ്, ഇതിന്റെ രണ്ടിന്റെയും ബേസിസിൽ ഇൻവെന്ററിയെ ABC എന്ന പ്രയോറിറ്റി അനുസരിച്ച് തിരിക്കുന്നു. ക്ലിയർ ആണോ? അങ്ങനെ തിരിച്ച് കൺട്രോൾ ചെയ്യുന്നു. അതാണ് ABC അനാലിസിസ്. ഇതിനകത്ത് A കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് എപ്പോഴും ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും. അതിന്റെ മറ്റൊരു സവിശേഷത, അവ ലോ ഇൻ ക്വാണ്ടിറ്റി ആയിരിക്കും. അവയുടെ വില, പെർ യൂണിറ്റ് വില ഭയങ്കര കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ വലിയ വലിയ മെഷീൻസ്. ക്ലിയർ ആണോ? അവയുടെ വാല്യൂ കൂടുതലായിരിക്കും, അവരുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? മെഷീൻസ് അല്ലെങ്കിൽ വലിയ വലിയ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ. സോ അതാണ് A എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഈ A കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം, ടൈറ്റ് കൺട്രോൾ വേണം, കാരണം അവിടെ വില ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഫ്രീക്വന്റ് റിവ്യൂ നടത്തണം. B എന്ന കാറ്റഗറിയിൽ വരുന്ന മോഡറേറ്റ് വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും, അവയ്ക്ക് മോഡറേറ്റ് കൺട്രോൾ മതി. C എന്ന കാറ്റഗറിയിൽ വരുന്നത് ലോ വാല്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും, പക്ഷെ അവ ഹ്യൂജ് ഇൻ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ നട്ട്, ബോൾട്ട് അതുപോലുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ ആവശ്യമാണ്, ഒരുപാട് ആവശ്യമാണ്.
സോ സിമ്പിൾ കൺട്രോൾ മതി ബൾക്കായിട്ട് ഓർഡർ ചെയ്യാം ഈ സി കാറ്റഗറിയിലുള്ള ഇൻവെന്ററികൾ. ഇങ്ങനെ ഇൻവെന്ററികളെ മൂന്നായി തിരിക്കുന്നു: എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. ഇതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് തരംതിരിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദി വാല്യൂ ഓഫ് ഇൻവെന്ററി ആൻഡ് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെന്ററി ടു ദി ബിസിനസ്. ക്ലിയർ ആണോ? എ കാറ്റഗറിയിൽ ഹൈ വാല്യൂ ലോ ക്വാണ്ടിറ്റി, അവിടെ ഹൈ ഫോക്കസ് വേണം, ഫ്രീക്വന്റ് റിവ്യൂ വേണം. ബി കാറ്റഗറിയിൽ മോഡറേറ്റ് വാല്യൂ, സോ മോഡറേറ്റ് കൺട്രോൾ മതി. സി കാറ്റഗറി ലോ വാല്യൂ ഹൈ ക്വാണ്ടിറ്റി, സോ സിമ്പിൾ കൺട്രോൾ മതി. ബൾക്ക് ഓർഡറിംഗ് ആണ് ആ കേസിൽ നടത്തുന്നത്. ഇതാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണ്? ഫോക്കസ് മാനേജീരിയൽ അറ്റൻഷൻ ഓൺ ഹൈ വാല്യൂ ഐറ്റംസ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, മൂല്യത്തിൽ കൂടുതലായിട്ടുള്ള വസ്തുക്കളുടെ മേൽ കൂടുതൽ അറ്റൻഷൻ മാനേജറിയൽ ലെവലിൽ കൊടുക്കാൻ സാധിക്കും ABC അനാലിസിസിലൂടെ. ഇറ്റ് ഇംപ്രൂവ്സ് കൺട്രോൾ ആൻഡ് എഫിഷ്യൻസി. കൺട്രോളും എഫിഷ്യൻസിയും കൂട്ടാനായിട്ട് സഹായിക്കും. ക്ലിയർ ആണോ? അതാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെന്ററി അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വേണ്ടുന്ന സമയത്ത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യും. മുൻകൂട്ടി ഒന്നും പർച്ചേസ് ചെയ്ത് കയ്യിൽ വെക്കത്തില്ല. ക്ലിയർ അല്ലേ? നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധനം ഇങ്ങനെ കിട്ടുമെന്നുള്ളത്. ലീഡ് ടൈം വളരെ കുറവാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നാലേ ഇത് എഫക്റ്റീവ് ആകത്തുള്ളൂ. ജസ്റ്റ് ഇൻ ടൈം ഈസ് ആൻ ഇൻവെന്ററി സിസ്റ്റം വേർ റോ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ആൻഡ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് just in time to meet demand. No inventory is stored. ഇവിടെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ആണ് നിങ്ങളുടെ കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള സ്റ്റോക്കും സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. ക്ലിയർ ആണോ? നിങ്ങൾക്ക് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധനം ഇപ്പോൾ മേടിക്കും. ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം മേടിക്കും. അവിടെ അസംഷൻ ലീഡ് ടൈം കുറവാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ സാധനം വരും എന്നുള്ള അസംഷൻ അല്ല. നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ ആണോ? അതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ? സീറോ ഓർ മിനിമൽ ഇൻവെന്ററി. സീറോ അല്ലെങ്കിൽ മിനിമൽ ഇൻവെന്ററി മാത്രമേ ഒരു കമ്പനി എന്ത് ചെയ്യത്തുള്ളൂ? അവരെ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അതായത് മിക്ക സിറ്റുവേഷൻസിലും അവര് ഒന്നും തന്നെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല, ഇൻവെന്ററി സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ക്ലിയർ ആണോ? ഫോക്കസ് ഓൺ ലീൻ ഓപ്പറേഷൻ. ലീൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടുന്ന സാധനം വേണ്ടുന്ന ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് വേണ്ടുന്ന സാധനം അപ്പം മാത്രം നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു, മുൻകൂട്ടി മേടിച്ചു വെക്കുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാം. ക്യാരിയിങ് കോസ്റ്റ് അതർവൈസ് നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ്. അതായത് സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ വെയർ ഹൗസുകൾ ഉപയോഗിക്കണം. അതിന്റെ കോസ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുത്താൽ അത് ഉൾപ്പെടെ എല്ലാം ക്യാരിയിങ് കോസ്റ്റിന്റെ ഭാഗമാകും. ക്ലിയർ ആണോ? സോ ആ ക്യാരിയിങ് കോസ്റ്റുകളൊക്കെ കുറയ്ക്കാം. റിക്വയർ സ്ട്രോങ്ങർ സപ്ലയർ കോർഡിനേഷൻ. സപ്ലയറുമായിട്ട് സ്ട്രോങ്ങർ കോർഡിനേഷൻ ഈ സിസ്റ്റം സക്സസ്ഫുൾ ആകാൻ ആവശ്യമാണ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവൻ ആ ഒരു സാധനം കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ വലിയ താമസമില്ലാതെ കൊണ്ടെത്തിക്കണം. സപ്ലയർ അതുപോലെ പർച്ചേസർ കോർഡിനേഷൻ നല്ലതുപോലെ വേണം. എന്നാൽ മാത്രമേ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് പിന്നെ ഏത് ഇൻഡസ്ട്രികൾക്കാണ് സ്യൂട്ടബിൾ? ഇൻഡസ്ട്രീസ് വിത്ത് പ്രെഡിക്റ്റബിൾ ഡിമാൻഡ്. പ്രെഡിക്റ്റബിൾ ഡിമാൻഡ് ഉള്ള ഇൻഡസ്ട്രീസിന് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം വെച്ച് ചെയ്താൽ മതി. ഗുണം ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാം, അതുവഴി ടോട്ടൽ കോസ്റ്റ് അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അതുപോലെ സ്റ്റോറേജ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഓക്കെ അല്ലേ? ഇതിന്റെ ഡ്രോബാക്സ് എന്താ? ഒരുപാട് റിസ്ക് ഉണ്ട്. റിസ്ക് ഓഫ് സ്റ്റോക്ക് ഔട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സാധനങ്ങൾ ഡെലിവർ ചെയ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ സ്റ്റോക്ക് ഔട്ട് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ വെൻ സപ്ലൈ ചെയിൻ ഇസ് അൺസ്റ്റേബിൾ. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ്, അതിന്റെ സപ്ലൈ ചെയിൻ അൺസ്റ്റേബിൾ ആണെങ്കിൽ, ക്ലിയർ ആണോ, ഈ ഒരു സിസ്റ്റം ഒരിക്കലും സ്യൂട്ടബിൾ ആകത്തില്ല. ഓക്കെ അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻവെന്ററി ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ നിരക്ക്. നിങ്ങൾ എത്രത്തോളം ഇൻവെന്ററി, എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെന്ററി യൂസ് ചെയ്യുന്നു ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ ആണോ? അതാണ് ഇൻവെന്ററി ടേൺ ഓവർ. എത്ര പെട്ടെന്നാണ് ഇൻവെന്ററി എന്ത് ചെയ്യുന്നത്? മറ്റ് രൂപത്തിലേക്ക് മാറുന്നത്. ഓക്കെ അല്ലേ? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി എങ്ങനെ കണ്ടുപിടിക്കാം?
ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2 ആവറേജ് ഇൻവെന്ററി കിട്ടും. ഓപ്പണിംഗ് ഇൻവെന്ററി, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കാണുമല്ലോ, ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കും കാണും, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആവറേജ് ഇൻവെന്ററി കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടും. ക്ലിയർ ആണോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി, ആവറേജ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടും. ഈ റേഷ്യോ ഹൈ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇൻവെന്ററി ഈസ് സോൾഡ് ക്വിക്ലി, ഗുഡ് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻവെന്ററി ഫാസ്റ്റ് മൂവിംഗ് ആണ്. ലോ റേഷ്യോ ആണെങ്കിൽ ഇൻവെന്ററി സ്ലോ മൂവിംഗ്, ഇൻവെന്ററി കൂടുതലും കെട്ടിക്കിടക്കുകയാണ്, നമ്മുടെ ഡിമാൻഡ് കുറവായിരിക്കും, അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ട് കൂടുതൽ കെട്ടിക്കിടക്കുകയാണ്. ഹൈ റേഷ്യോ ആണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ആണ്, ഹൈ ഡിമാൻഡ് ഉണ്ട്, പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. സോ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ് സെയിൽ ചെയ്യപ്പെടുന്നു. ഓക്കെ ആണോ? സോ അതാണ് ഹൈ റേഷ്യോ ആണെങ്കിലും ലോ റേഷ്യോ ആണെങ്കിലും ഉള്ള ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. ഇനി ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ലീഡ് ടൈം നമ്മൾ ഈ 2-3 ഇക്വേഷനിൽ കണ്ട ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം എത്ര സമയത്തിനുള്ളിൽ പ്ലേസ് ചെയ്ത ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു, അതാണ് ലീഡ് ടൈം. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തു 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തിയാൽ 10 ആണ് ലീഡ് ടൈം. അല്ലെങ്കിൽ മിനിമം 2 ദിവസത്തിനുള്ളിൽ എത്തും, മാക്സിമം 10 ദിവസമാണെങ്കിൽ മിനിമം ലീഡ് ടൈം 2, മാക്സിമം ലീഡ് ടൈം 10. ക്ലിയർ ആണോ? അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? റീഓർഡർ ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം ലീഡ് ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ലീഡ് ടൈം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്പ് എൻഷുർ മെറ്റീരിയൽ അറൈവ് ബിഫോർ ദേ ആർ നീഡഡ്. മെറ്റീരിയൽസ് ആവശ്യമാകുന്നതിന് മുന്നേ തന്നെ ഇത് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതിന്റെ ലീഡ് ടൈം നോക്കിയാൽ മതി. ഓർഡർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ വരും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ലീഡ് ടൈം എന്ന കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തൊരു കോൺസെപ്റ്റ്, ഇതൊക്കെ കോൺസെപ്റ്റ് ആണ് റിലേറ്റഡ് ടു ഇൻവെന്ററി കൺട്രോൾ. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയും. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, കോസ്റ്റ് ഇൻക്വേർഡ് വെൻ ഇൻവെന്ററി ഈസ് നോട്ട് അവൈലബിൾ വെൻ റിക്വയർഡ്. ഇൻവെന്ററി ആവശ്യമാണ്, പക്ഷെ ആ സമയത്ത് ഇൻവെന്ററി അവൈലബിൾ അല്ല. അത് കാരണം ഒരു ഫേമിനുണ്ടാകുന്ന കോസ്റ്റ്, അതാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. സ്റ്റോക്ക് ഔട്ട് ആയി അത് കാരണം ഉണ്ടാകുന്ന കോസ്റ്റ്. എന്തൊക്കെ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക? സെയിൽ നഷ്ടമാകും, ആ നഷ്ടം ഒരു കോസ്റ്റ് ആണ്, ലോസ് ഓഫ് സെയിൽസ്. കൾട്ടിവേർ നഷ്ടമാകും, കാരണം പ്രൊഡക്ഷൻ നിന്നുപോകും, സോ ഗുഡ് വില്ലിന്റെ ലോസ് ഉണ്ടാകും, ലോസ് ഓഫ് ഗുഡ് വിൽ. ഡിലേഡ് പ്രൊഡക്ഷൻ, അതുപോലെ എമർജൻസി പർച്ചേസ് കോസ്റ്റ്. നമ്മുടെ കയ്യിൽ ഇല്ല, അപ്പൊ എളുപ്പം പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. എളുപ്പം പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പം സാധാരണക്കാളും കൂടുതൽ വിലയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നെന്ന് വരും. അപ്പൊ എമർജൻസി പർച്ചേസ് കോസ്റ്റ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഇത്രയും ഒക്കെയാണ് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ ബാക്കി കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത മൊഡ്യൂൾ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്തെ പല പല മെത്തേഡ്സ് ഉണ്ട്. റീഓർഡർ ലെവൽ മാത്രമല്ല, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. എവിടെ? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിലുണ്ട്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഓക്കെ ആണോ? സോ ഈ ഒരു മൊഡ്യൂളിൽ പറയുന്ന അതേ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ ഈ മൊഡ്യൂളിൽ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിൽ നമ്മൾ ബാക്കിയായിട്ട് എടുക്കും. അപ്പൊ നമ്മൾ പല ടൈപ്പ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നീക്സ് ഉണ്ട്, അതെല്ലാം ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന EOQ ഉൾപ്പെടെയുള്ള കോൺസെപ്റ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിവിഡന്റ് പോളിസി എന്ന് പറയുന്നത്. ഡിവിഡന്റ് പോളിസി ക്ലിയർ ആണോ? ആദ്യം മനസ്സിലാക്കണം എന്താണ് ഡിവിഡന്റ് എന്ന്, അതിനുശേഷം ഡിവിഡന്റ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കണം. എന്താ ഡിവിഡന്റ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം
അത് ആർക്ക് കൊടുക്കുന്നു? ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. എന്തെന്ന പേരില്? ഡിവിഡൻഡ് എന്ന പേര്. അതിനെ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഡിവിഡൻഡ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡർ. ക്ലിയർ ആണോ? ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നടത്തിയ കമ്പനിയിലേക്ക് നടത്തിയ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറയും. ഇനി ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം. എന്റെ കമ്പനിക്ക് 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ എത്ര രൂപ ഡിവിഡൻഡ് ആയി കൊടുക്കണം, എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് ആയി മാറ്റിവെക്കണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ഒരു കമ്പനി എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഡിസിഷൻസ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ വരും? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടത്. ഏതൊക്കെ ഡിസിഷനാണ് എടുക്കുന്നത്? ഹൗ മച്ച് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. എനിക്ക് 1,00,000 പ്രോഫിറ്റ് ഉണ്ട്, അതിന് എത്ര ഡിവിഡൻഡ് ആയി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡിവിഡൻഡ് പോളിസിയുടെ ഭാഗമാണ്. ഹൗ മച്ച് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ബിസിനസ് ഫോർ ഗ്രോത്ത്. ബാക്കി എത്ര ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, റീറ്റേൺഡ് ഏർണിങ്സ് ആയി മാറ്റിവെക്കണം, ഡിവിഡൻഡ് പോളിസിയുടെ ഭാഗമാണ്. ക്ലിയർ ആണോ? A sound dividend policy balances shareholders' expectation with the firm's long-term financial need. ഫേമിന് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ് ഉണ്ട്, അത് കവർ ചെയ്യാൻ അവരുടെ പൈസ വേണം. പ്രോഫിറ്റ് മുഴുവൻ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഫേമിന്റെ ഇൻട്രസ്റ്റ് നടപ്പാകത്തില്ല. എന്നാൽ ഒന്നും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരുന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടാത്തതുപോലെയുമാകും. സോ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷനെയും ഫേമിന്റെ ലോങ് ടേം ഫിനാൻസ് നീഡിനെയും ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി. ക്ലിയർ ആണോ? സോ എന്താ ഡിവിഡൻഡ് പോളിസി? ടോട്ടൽ പ്രോഫിറ്റിൽ എത്ര ഡിവിഡൻഡ് കൊടുക്കണം, എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് ആയി മാറ്റിവെക്കണം, ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഇതിനെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഡിവിഡൻഡ് പോളിസി കാണും. ഇറ്റ് വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി. ക്ലിയർ ആണോ? അതാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഡിവിഡൻഡ് എന്താണെന്ന് മനസ്സിലായി, ഡിവിഡൻഡ് പോളിസി മനസ്സിലായി. എത്ര തരത്തിലുള്ള ഡിവിഡൻഡുകളുണ്ട്? ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഒന്നാമത്തതാണ് ക്യാഷ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ക്യാഷിന്റെ രൂപത്തിലാണ് പേ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ ക്യാഷ് ഡിവിഡൻഡ് എന്ന് വിളിക്കാം. പെയ്ഡ് ഇൻ ക്യാഷ്. ഇതാണ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡിവിഡൻഡ്. ക്ലിയർ ആണോ? അപ്പൊ അത് എന്തിന് കാരണമാവും? കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് റിസർവ് കുറയ്ക്കാൻ കാരണമാവും. കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് ആണ് എടുത്തു കൊടുക്കുന്നത്, ക്യാഷിന്റെ ശേഖരം കുറയ്ക്കും. അതാണ് ക്യാഷ് ഡിവിഡൻഡ്. ഇനി മറ്റൊരു ഡിവിഡൻഡ് ഉണ്ട്, സ്റ്റോക്ക് ഡിവിഡൻഡ്. അതിനെ ബോണസ് ഷെയർ എന്നും നമ്മൾ വിളിക്കും. ക്ലിയർ അല്ലേ? ബോണസ് ഷെയർ, അതായത് അഡീഷണൽ ഷെയർ കൊടുക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് പകരം. ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? ഷെയർ പോലെ കൊടുക്കുന്നു. അവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. ഓക്കെ ആണോ? അതിനെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? ബോണസ് ഷെയർ സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ കയ്യിൽ റിസർവുകൾ കൂടുതലായിട്ടുണ്ട്, ആ റിസർവുകളെ ക്യാപിറ്റലൈസ് ചെയ്യണം. അതിനാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ഡിവിഡൻഡിന് പകരമായിട്ടൊന്നുമല്ല. പക്ഷെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിന്റെ രൂപത്തിൽ കൊടുക്കുന്നു. ക്ലിയർ ആണോ? അങ്ങനെ കൊടുക്കുന്നു, പൈസയായി കൊടുക്കാതെ. അങ്ങനെ വന്നാൽ അതിനെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് വിളിക്കാം. അത്ര കോമൺ ഒന്നും അല്ല. പിന്നെ അടുത്തത് ആ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ആയി കൊടുക്കുന്ന ഡിവിഡൻഡ്, അതും വളരെ റെയർ ആണ്. പിന്നെ അടുത്തത് ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്ക് വെച്ച് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യും. ഡിവിഡൻഡ് ഡിക്ലയർഡ് ആൻഡ് പെയ്ഡ് ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ വർഷം ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴാണ്. അതിന് മുന്നേ തന്നെ ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്ത് പേ ചെയ്യുന്നു. അതാണ് ഇന്ററിം ഡിവിഡൻഡ്. അപ്പൊ പ്രോപ്പർ പ്രോഫിറ്റ് ഒന്നും അറിയത്തില്ല, ഒരു എസ്റ്റിമേഷന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്ത് പേ ചെയ്യുന്നു. അതാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഇനി ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ AGM, ആ കമ്പനിയുടെ ആനുവൽ ജനറൽ വാർഷിക പൊതുയോഗത്തിൽ അപ്രൂവ് ചെയ്ത ഫൈനൽ അക്കൗണ്ട്സിൽ, ക്ലിയർ ആണോ? അതിന്റെ ബേസിസിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഡിവിഡൻഡ്. ഓക്കെ ആണോ? അതായത് ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു, ആനുവൽ ജനറൽ മീറ്റിംഗിൽ അത് അപ്രൂവ് ചെയ്തു, അതിൽ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് അതിന്റെ ബേസിസിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ്, അതാണ് ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോമിസറി നോട്ട് പ്രോമിസിംഗ് ടു പേ ദ ഡിവിഡൻഡ് ലേറ്റർ. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രോമിസറി നോട്ട് കൊടുക്കുകയാണ്, പ്രോമിസ് ചെയ്തതുകൊണ്ട് ഈ ഒരു ഡിവിഡൻഡ് പിന്നീട് തരാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നു. അതാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. ക്ലിയർ ആണോ?
ക്യാഷ് ഒന്നും അത്രയും അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തതാണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് പെയ്ഡ് ഫ്രം ക്യാപിറ്റൽ ഇൻസ്റ്റഡ് ഓഫ് പ്രോഫിറ്റ്. ക്യാപിറ്റലിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു, പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാതെ ഡിവിഡൻഡ്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ ആർക്കുള്ളതാ? ഓണേഴ്സിനുള്ളതാ. അതായത് ആ ക്യാപിറ്റലിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുകയാണ് ഡിവിഡൻഡ്. പെയ്ഡ് ഫ്രം ക്യാപിറ്റൽ ഇൻസ്റ്റഡ് ഓഫ് പ്രോഫിറ്റ്. ദെൻ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിന്റെ സമയത്താണ് ഈ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഇത് റെഗുലർ ഡിവിഡൻഡ് ഒന്നുമല്ല. കമ്പനി വൈൻഡ് അപ്പ് പൂട്ടിക്കെട്ടാൻ പോകുന്ന സമയത്താണ് ഈ രീതിയിൽ പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ആൻഡ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ക്യാഷ് ഡിവിഡൻഡ് ആണ്. ക്യാഷിന്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നു. ഓക്കെ ആണോ? വിവിധ തരത്തിലുള്ള ഡിവിഡൻഡുകൾ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഡിവിഡൻഡ് എന്താണെന്ന് മനസ്സിലായി. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് നോക്കി. ഇനിയും ഒരു കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ ഡിവിഡൻഡ് പോളിസി സെറ്റ് ചെയ്യാം? ഡിവിഡൻഡ് പോളിസി എന്താ? എത്ര ഡിവിഡൻഡ് കൊടുക്കണം, എത്ര റീറ്റെയിൻ ചെയ്ത് കമ്പനിയുടെ കൈ വെക്കണം. അത് പലതരത്തിലുണ്ട് ഈ പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. എന്താ ഈ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്? ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പേ ചെയ്യുന്നു. ക്ലിയർ ആണോ? അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് കമ്പനി പേ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത് ഇൻവെസ്റ്റേഴ്സിൽ കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യും. കാരണം ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയി കഴിഞ്ഞാൽ ഇത്ര ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടിയിരിക്കും. അതാ കമ്പനിയുടെ പ്രാക്ടീസാ. ക്ലിയർ ആണോ? അത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയാ. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടും. യാതൊരുവിധ നിർബന്ധവും ഇല്ല കമ്പനി ഡിവിഡൻഡ് കൊടുക്കണമെന്ന്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഡിവിഡൻഡ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരുമാനിക്കാം ആ കാര്യം. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലൊക്കെ അത് തീരുമാനിക്കാം കൊടുക്കണോ വേണ്ടോ എന്നുള്ള. കൊടുത്തില്ലേലും ആരും ചോദിക്കത്തൊന്നുമില്ല. ക്ലിയർ ആണോ? യെസ്. പക്ഷെ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി നടപ്പാക്കി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ പോളിസി. കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ പോളിസി എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ആസ് ഡിവിഡൻഡ് എവരി ഇയർ. അതായത് ഒരു ഫിക്സഡ് പെർസെന്റേജ് ആണ്. ഓക്കെ ആണോ? ഫിക്സഡ് പെർസെന്റേജ്. പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കുന്നു അതിന്റെ 10% ഡിവിഡൻഡ് കൊടുക്കും. പ്രോഫിറ്റ് കുറഞ്ഞാൽ കുറഞ്ഞ എമൗണ്ടേ കൊടുക്കത്തുള്ളൂ, കൂടിയാൽ കൂടിയ എമൗണ്ട്. എന്തായാലും ആ എമൗണ്ട് വിൽ ബി 10% ഓഫ് ദി ടോട്ടൽ പ്രോഫിറ്റ്. ഒരു ഫിക്സഡ് പെർസെന്റേജ് പ്രോഫിറ്റ് ഈസ് പെയ്ഡ് ആസ് ഡിവിഡൻഡ് എവരി ഇയർ. ക്ലിയർ ആണോ? യെസ്. സോ അതാണ് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡിന്റെ അകത്തൊരു ഫിക്സഡ് ഡിവിഡൻഡ് പെർ ഷെയർ ഫിക്സഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റേ കൊടുക്കുന്നുള്ളൂ. പെർസെന്റേജ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടും, പ്രോഫിറ്റ് കുറയുന്നതനുസരിച്ച് എമൗണ്ട് കുറയും. അടുത്ത റെസിഡ്യുവൽ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. റെസിഡ്യുവൽ ഡിവിഡൻഡ് പോളിസിയിൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്. റെസിഡ്യുവൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും പൈസ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് ആക്കി കൊടുക്കുന്നു. അങ്ങനെ പറയുന്നുള്ളൂ. അതാണ് റെസിഡ്യുവൽ ഡിവിഡൻഡ് പോളിസി. അപ്പൊ അവിടെ പ്രാധാന്യം ഓർഗനൈസേഷന്റെ ഗ്രോത്തിനാണ്, ഡിസ്ട്രിബ്യൂഷൻ അല്ല പ്രാധാന്യം. ആദ്യം ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടക്കട്ടെ. ഇൻവെസ്റ്റ്മെന്റ് നടന്ന് ബാക്കി പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഡിവിഡൻഡ് ആയി കൊടുക്കാം. അതാണ് റെസിഡ്യുവൽ ഡിവിഡൻഡ് പോളിസി. ഇനി ഇറഗുലർ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. ഇവിടെ നോ ഫിക്സഡ് റൂൾസ്, ഒരു തരത്തിലുള്ള നിയമങ്ങളും ഒന്നുമില്ല. കമ്പനിക്ക് തോന്നുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു. ഡിവിഡൻഡ് ഡിക്ലെയർ ബേസ്ഡ് ഓൺ ഇയർലി പെർഫോമൻസ് ആൻഡ് ക്യാഷ് ഫ്ലോ. ക്ലിയർ ആണോ? ഓക്കെ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസിലും അതായത് പുതിയതായിട്ട് തുടങ്ങിയ കമ്പനീസിലും ഒക്കെ ഇറഗുലർ ഡിവിഡൻഡ് പോളിസി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ പോളിസി, റെസിഡ്യുവൽ ഡിവിഡൻഡ് പോളിസി, ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. ഓക്കെ അല്ലേ? ഇതിന് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിക്ക് 3 വേരിയന്റുകളുണ്ട്. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിക്ക് 3 വേരിയന്റുകൾ, 3 രീതിയിൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി സെറ്റ് ചെയ്യാം. ഒന്നാമത്തെ രീതി കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് കൊടുക്കുന്നു. സെയിം എമൗണ്ട് പെർ ഷെയർ എവരി ഇയർ. ക്ലിയർ ആണോ? അതായത് ഒരു ഷെയറിന് 10 രൂപ വെച്ച് ഡിവിഡൻഡ് എല്ലാ വർഷവും കൊടുത്തിരിക്കും, സെയിം എമൗണ്ട്. ആ രീതിയിൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ, അതായത് ഏർണിംഗ് പെർ ഷെയർ ഇത്ര ശതമാനം കൊടുക്കും, 10%.
ക്ലിയർ ആണോ? അപ്പൊ പ്രോഫിറ്റിന്റെ 10%, പ്രോഫിറ്റ് 50,000 ആണ്, 50,000 10% കിട്ടത്തുള്ളൂ. 1,00,000 1,00,000ന്റെ 10%. ക്ലിയർ ആണോ? അത് ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്, അതായത് മിനിമം ഗ്യാരണ്ടി ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. അതായത് ഒന്നാമത്തെ രണ്ടാമത്തേന്റെയും കൂടെ ഒരു മിക്സ്ചർ പോലെ മിനിമം ഗ്യാരണ്ടീഡ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. അതായത് 10 രൂപ പെർ ഷെയർ എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അഡീഷണൽ ഡിവിഡൻഡും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പ്രോഫിറ്റ് എത്രയും കൂടുതൽ അതനുസരിച്ച് അഡീഷണൽ ഡിവിഡൻഡും കിട്ടും. പക്ഷെ ഗ്യാരണ്ടീഡ് ആണ് മിനിമം ഇത്ര കിട്ടുക എന്നുള്ളത്. അതാണ് മൂന്നാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി സെറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പെർ ഷെയർ, കോൺസ്റ്റന്റ് പേ ഔട്ട് റേഷ്യോ, സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അടുത്തത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? കമ്പനി താഴെ പറയുന്ന കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡിവിഡൻഡ് എത്ര ഇഷ്യൂ ചെയ്യണം എന്ന കാര്യത്തെ പറ്റി തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ ആണോ? ഒന്നാമത്തത് ഏർണിങ്സ്. ഹയർ പ്രോഫിറ്റ് ആണെങ്കിൽ മോർ ഡിവിഡൻഡ് കപ്പാസിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? പ്രോഫിറ്റ് ലാഭം കൂടുകയാണെങ്കിൽ കൂടുതൽ പൈസ ഡിവിഡൻഡായി കൊടുക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്കുണ്ട്. ആ ഒരു കേസ് കമ്പനി ഡിവിഡൻഡ് കൂടുതൽ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. നഷ്ടമാണെങ്കിലോ ഡിവിഡൻഡ് കൊടുക്കത്തേയില്ല. ഓക്കെ ആണോ? സോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത് എന്നതിന്റെ ബേസിസിലായിരിക്കും പ്രധാനമായിട്ട് ഡിവിഡൻഡ് പോളിസി സെറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കും, ലോസ് ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കത്തില്ല എന്ന രീതിയിൽ. രണ്ടാമത്തത് അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് അവരുടെ കയ്യിൽ റെഡി ക്യാഷ് എടുക്കാനുണ്ടോ. ക്ലിയർ ആണോ? പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് ലിക്വിഡിറ്റി ഉണ്ടാണോ നിർബന്ധമൊന്നുമില്ല. ഈവൻ വിത്ത് പ്രോഫിറ്റ് ലാക്ക് ഓഫ് ക്യാഷ് ക്യാൻ റെസ്ട്രിക്ട് ഡിവിഡൻഡ് പേയ്മെന്റ്. ക്ലിയർ അല്ലേ? പ്രോഫിറ്റ്, കാരണം നമ്മൾ അക്കൗണ്ട്സ് എല്ലാം അക്രൂവൽ ബേസിസില്ല. ഏർണിങ്സ് എന്ന് പറയുന്നത് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അത് നമ്മളുടെ ഏർണിങ്സ് അക്രൂഡ് ഇൻകം ആയിട്ട് നമ്മൾ കൂട്ടും. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും സംഭവം കിട്ടണമെന്നില്ല. ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പ്രോഫിറ്റ് ആയി കണക്കാക്കും. അപ്പൊ ലിക്വിഡിറ്റി ഉണ്ടാവണമെന്നില്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. ലിക്വിഡിറ്റി ഇല്ല എന്നതിന്റെ അർത്ഥം എന്താ? കൈ കാശായിട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഡിവിഡൻഡ് പേയ്മെന്റിനെ ബാധിക്കും. നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനും ഡിവിഡൻഡ് പോളിസിയെ ബാധിക്കും. മൂന്നാമത്തെ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിംഗ്. നമ്മൾ എത്ര സ്റ്റേബിൾ ആയിട്ടാണ് ഏൺ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട്. എല്ലാ വർഷവും ഇത്രയും നമ്മൾ പ്രോഫിറ്റ് മിനിമം ഉണ്ടാക്കിയിരിക്കും. അത് നമ്മളുടെ പൂർവ്വകാലങ്ങളിലെ ഹിസ്റ്ററി വെച്ച് നമുക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏർണിംഗ്സിൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ മുന്നിൽ കാണുകയാണെങ്കിൽ, എക്സ്പാൻഷൻ ചെയ്യണമെന്ന് നമുക്ക് കമ്പനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കുറയ്ക്കും, കൂടുതൽ പൈസ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും, റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ടൊക്കെ മാറ്റിവെക്കും. ഈ ഫേം നീഡ്സ് ഫണ്ട് ഫോർ എക്സ്പാൻഷൻ, ലോവർ ഡിവിഡൻഡ്. ക്ലിയർ ആണോ? അടുത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെളിയിൽ നിന്ന് എക്സ്പാൻഷൻ ഒക്കെ വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നത് കോസ്റ്റ്ലി ആണെങ്കിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യാനേ കമ്പനി ശ്രമിക്കത്തുള്ളൂ. പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുമ്പോൾ ഡിവിഡൻഡ് പേയ്മെന്റ് കുറയും, ചിലർ ഡിവിഡൻഡ് പേ ചെയ്യത്തേയില്ല. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ റീറ്റേൺ ഏർണിംഗ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സ്വന്തം കാശാണ്, അതിനകത്ത് എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. സം പ്രിഫർ റെഗുലർ ഇൻകം. ചില ഷെയർ ഹോൾഡേഴ്സ് റെഗുലർ ഇൻകം പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ എന്താ പറയുന്നത്, സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി കമ്പനി ഡിവിഡൻഡ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തും. ഓക്കെ അല്ലേ? ഇനി ഷെയർ ഹോൾഡേഴ്സ് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരും അവർക്ക് അവരുടെ വെൽത്ത് കൂട്ടിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഡിവിഡൻഡ് വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിലോ ഡിവിഡൻഡ് കുറയ്ക്കും, കൂടുതൽ റീറ്റെയിൻ ഏർണിംഗ്സിലേക്കൊക്കെ കാശ് പോകും. ആ രീതിയിൽ ഡിവിഡൻഡ് പോളിസി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് യുവർ പ്രിഫറൻസ് ഓഫ് ദ ഷെയർ ഹോൾഡർ. അടുത്തത് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. ഫേം വിത്ത് ഈസി ആക്സസ് ടു ഫിനാൻസ് മേ പേ മോർ ഡിവിഡൻഡ്. ഞാൻ ആസ് എ ഫേം, ആസ് എ കമ്പനി, എനിക്കൊരു ലോൺ കിട്ടാനോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നതോ എളുപ്പമാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കുറവാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യാൻ അധികം ശ്രമിക്കത്തില്ല. അതിനകത്തുനിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കും. അപ്പൊ എനിക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫണ്ട് കിട്ടാനുള്ള സോഴ്സുകളുണ്ട്. സോ എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാം. ക്ലിയർ ആണോ? അടുത്ത ലീഗൽ റെസ്ട്രിക്ഷൻ. കമ്പനി ലോ പ്രൊഹിബിറ്റ് പേയിങ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്ന് ഡിവിഡൻഡ് എടുത്തു കൊടുക്കുന്നത് കമ്പനി ലോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ക്യാപിറ്റലിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഓൺലി പ്രോഫിറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. പ്രോഫിറ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
ബൈൻഡിങ് അപ്പിന്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഓണേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് തന്നു. ക്ലിയർ ആണോ? അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ടാക്സേഷൻ പോളിസി. ടാക്സേഷൻ പോളിസി ഡിവിഡന്റ് പോളിസിയെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. ഹൈ ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, അതായത് ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൂടുതലാണെങ്കിൽ, നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡന്റ് മേൽ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരുമെങ്കിൽ ആസ് എ കമ്പനി നിങ്ങൾ ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുന്നത് കുറയ്ക്കും. ക്ലിയർ ആണോ? സോ ഹൈ ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആണെങ്കിൽ ഇറ്റ് ഡിസ്കറേജസ് കമ്പനി ഫ്രം പേയിങ് ലാർജ് ഡിവിഡന്റ്. ലോ ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? കൂടുതൽ ഡിവിഡന്റ് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ അടുത്തത് കൺട്രോൾ ഒബ്ജക്റ്റീവ്. പ്രൊമോട്ടേഴ്സ് മേ റീറ്റെയിൻ ഏർണിംഗ്സ് ടു അവോയ്ഡ് ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ആൻഡ് ഡൈല്യൂട്ടിങ് കൺട്രോൾ. നമുക്ക് ഫണ്ട് വേണമെങ്കിൽ പല വഴികളുണ്ട് അല്ലെ? സോഴ്സ് ഓഫ് ഫിനാൻസ്. നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യാം, റീറ്റെയിൻ ഏർണിംഗ്സ് നടത്താം. നമുക്ക് നമ്മളുടെ കമ്പനിയിലേക്ക് പുതിയ ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരാൻ തയ്യാറല്ല, നമുക്ക് താല്പര്യമില്ല. അവർ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ഡൈല്യൂട്ടഡ് ആവും. അപ്പൊ നമ്മൾ പറയാം വേണ്ട. ഓക്കെ, അങ്ങനെ അവർ വരുന്നില്ല എങ്കിൽ നമുക്ക് പൈസ വേണ്ടേ? അപ്പൊ നമ്മൾ ഏത് പൈസ എടുക്കും? അപ്പം ഷെയർ ഹോൾഡേഴ്സ് പറയും ഓക്കെ ഡിവിഡന്റ് വേണ്ട, നിങ്ങൾ റീറ്റെയിൻ ചെയ്തോളൂ പൈസ. സോ കൺട്രോൾ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി വില്ലിംഗ് ടു സാക്രിഫൈസ് ഡിവിഡന്റ് ഫോർ ദ സേക്ക് ഓഫ് കൺട്രോൾ. ഓക്കെ അല്ലേ? അടുത്തത് ഇൻഫ്ലേഷൻ. In inflationary period, companies retain more profit to maintain asset base. Inflationary periodല് കമ്പനീസ് എന്ത് ചെയ്യും? അവരുടെ അസറ്റ് ബേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യും, ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കും, മാക്സിമം കുറയ്ക്കും. ഓക്കെ ആണോ? ഇതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ഡിവിഡന്റ് പോളിസി. ഒരു കമ്പനിയുടെ ഡിവിഡന്റ് പോളിസിയെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് ഡിവിഡന്റ് പോളിസിയുടെ തിയറീസ്. ഇതെല്ലാം തിയറികളാണ്. ഓരോ എന്താ പറയുന്നത് എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ മാനേജ്മെന്റ് എന്താ പറയുന്നത് പ്രൊഫസേഴ്സ് അവരെന്ത് ചെയ്തു? ഓരോ തിയറികളുമായിട്ട് വന്നു. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡിവിഡന്റ് പോളിസി ഡിസിഷൻ ഒരു ഫേമിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുമോ അഫക്ട് ചെയ്യത്തില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ചിലർ പറഞ്ഞ് അഫക്ട് ചെയ്യും, ചിലർ പറഞ്ഞ് അഫക്ട് ചെയ്യത്തില്ല. അങ്ങനെ അവരവരുടെ തിയറികൾ, പല തിയറീസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മോഡിഗ്ലാനി മില്ലർ തിയറി ഓഫ് 1961. ഇത് രണ്ട് തരമുണ്ട്. മോഡിഗ്ലാനി മില്ലർ തിയറി വിത്ത് ടാക്സ് എന്ന അസംഷനും വിത്തൗട്ട് ടാക്സ് അസംഷനും. ക്ലിയർ ആണോ? അതായത് ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ മോഡിഗ്ലാനി മില്ലറിന്റെ തിയറി, ടാക്സ് ഉള്ള സിറ്റുവേഷനിലുള്ള മോഡിഗ്ലാനി മില്ലറിന്റെ തിയറി. ഓക്കെ അല്ലേ? യെസ്. ആദ്യം നമ്മൾ ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിലെ മോഡിഗ്ലാനി മില്ലർ തിയറിയാണ് ഡിവിഡന്റ് ഇർറിലവൻസ് തിയറി. റിലവൻസ് തിയറിയും ഉണ്ട്, ഇർറിലവൻസ് തിയറിയും ഉണ്ട്. ഡിവിഡന്റ് ഇർറിലവൻസ് തിയറി ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ. ക്ലിയർ ആണോ? അപ്പൊ അവിടെ എടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ, അതായത് ടാക്സ് ഇല്ലെങ്കിൽ, അസംഷൻസ് ആണ് ഇതെല്ലാം, അസംഷൻസ് ആണ്. ടാക്സ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, സിമെട്രിക് ഇൻഫർമേഷൻ ആണ്, എല്ലാവർക്കും പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിനെയാ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ടാക്സ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, എല്ലാവർക്കും ഇൻഫർമേഷൻ പ്രോപ്പർ ആയി കിട്ടുന്നു, സിമെട്രിക് ഇൻഫർമേഷൻ ആണ്. ഇങ്ങനെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫേംസ് വാല്യൂ ഈസ് അൺഅഫക്റ്റഡ് ബൈ ഇറ്റ്സ് ഡിവിഡന്റ് പോളിസി. ഒരു ഫേമിന്റെ വാല്യൂ അവരുടെ ഡിവിഡന്റ് പോളിസി എന്ത് തന്നെ ആയാലും അതിനാൽ അഫക്റ്റഡ് ആകുന്നില്ല. ഫേം കൂടുതൽ ഡിവിഡന്റ് കൊടുക്കാൻ തയ്യാറായാലും കുറച്ച് ഡിവിഡന്റ് കൊടുക്കുന്നുള്ളെങ്കിലും their dividend policy is irrelevant, clear, regarding the firm's value. ഫേമിന്റെ വാല്യൂവിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. അവർ ഏത് ഡിവിഡന്റ് പോളിസി എടുത്താലും ഫേമിന്റെ വാല്യൂ അതിനാൽ അഫക്റ്റഡ് ആകുന്നില്ല. ഏത് സിറ്റുവേഷനിൽ? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. അതാണ് ഡിവിഡന്റ് ഇർറിലവൻസ് തിയറി പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻഡിഫറന്റ് ബിറ്റ്വീൻ ഡിവിഡന്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡന്റ് വേണോ ക്യാപിറ്റൽ ഗെയിൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഇൻഡിഫറന്റ്, ഏതായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ നിൽക്കുന്നു. സോ ഡിവിഡന്റ് പോളിസി എന്ത് തന്നെ എടുത്താലും ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. അതാണ് ഡിവിഡന്റ് ഇർറിലവൻസ് തിയറി പറയുന്നത്. ഓക്കെ ആണോ?
ഈ തിയറിയുടെ കീ അസംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. നോ ടാക്സ് ഓർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതാണ് ഒന്നാമത്തെ അസംഷൻ. ടാക്സ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. ഫേം ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബോറോ ഓർ ലെൻഡ് അറ്റ് ദ സെയിം റേറ്റ്. ബോറോവിങ് നടക്കുന്നതും ലെൻഡിങ് നടക്കുന്നതും സെയിം റേറ്റിലാണ്. ക്ലിയർ ആണോ? ഇതൊക്കെ അസംഷൻസ് ആണ്. ഓക്കെ ആണോ? റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യരുത്, അസംഷൻസ് ആണ്. സോ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്ന ഒരേ റേറ്റില്ല, സെയിം പെർസെന്റേജ്. ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഈസ് ഫിക്സ്ഡ്. ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫിക്സഡ് ആ. ഡിവിഡൻഡ് ഡോണ്ട് അഫക്ട് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഡിവിഡൻഡ് കൂട്ടിയാലും ഡിവിഡൻഡ് കുറച്ചാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി സെറ്റ് ആണ്, അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അതുപോലെ സിമെട്രിക് ഇൻഫർമേഷൻ ആയിരിക്കും ത്രൂ ഔട്ട് ദ മാർക്കറ്റ് എല്ലാവർക്കും. ക്ലിയർ ആണോ? അണ്ടർ മോഡിഗ്ലാനി മില്ലർ നോ ടാക്സ്, ഡിവിഡൻഡ് പോളിസി ഈസ് ഇറിലവന്റ്. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നോ ടാക്സ് അസംഷൻ എടുത്തിട്ടുള്ള മോഡിഗ്ലാനി മില്ലറിന്റെ തിയറിയിൽ ഡിവിഡൻഡ് പോളിസി ഇറിലവന്റ്, അതാണ് തിയറി ഓഫ് ഇറിലവൻസ് എന്നതിന് പേര് വന്നത്. ക്ലിയർ ആണോ? ഇവിടെ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ എന്താണ്? പി വി ഓഫ് ഓൾ, പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ഏർണിംഗ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് പേ ഔട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഫേമിന്റെ വാല്യൂ അണ്ടർ മോഡിഗ്ലാനി മില്ലർ നോ ടാക്സ് സിറ്റുവേഷൻ എന്തായിരിക്കും? പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ഏർണിംഗ്. ആ ഫേമിന് ഫ്യൂച്ചറിൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നതിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ, അതാണ് ഫേമിന്റെ വാല്യൂ. ക്ലിയർ ആണോ? അവർ എത്ര പേ ചെയ്യുന്നു, പേ ചെയ്യുന്നില്ല, ഇതൊന്നും അവിടെ കൺസിഡർ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ഓഫ് പേ. ഓക്കെ ആണോ? ഇതാണ് മോഡിഗ്ലാനി മില്ലറിന്റെ ഡിവിഡൻഡ് ഇറിലവൻസ് തിയറി. 1961 ഇവരിത് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി. ഗോർഡൻ ആണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് 1963. ബേർഡ് ഇൻ ദ ഹാൻഡ് എന്ന് പറയുന്നത് എന്താ? കയ്യിലെ പക്ഷി, അല്ലെങ്കിൽ എന്താ, കയ്യിലുള്ളത് ആദ്യം സെക്യൂർ ചെയ്യുക, ആ ടെൻഡൻസി. അതായത് കൂടുതൽ പൈസ ഡിവിഡൻഡിന് വേണ്ടി ചെലവാക്കാതെ റീഇൻവെസ്റ്റ് ചെയ്താൽ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം, കമ്പനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉണ്ടാക്കാം. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് പറയും, ഷെയർ ഹോൾഡേഴ്സ് പറയും, ഇപ്പൊ കയ്യിലുള്ള ഈ പ്രോഫിറ്റ്, ഓക്കെ, കമ്പനി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയാലും നമുക്ക് തന്നെ ഉള്ളതാ, പക്ഷെ കയ്യിലുള്ള ഈ പ്രോഫിറ്റ് ബേർഡ് ഇൻ ദ ഹാൻഡ്, വി പ്രിഫർ ദാറ്റ്. ക്ലിയർ ആണോ? ഞങ്ങൾക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്നതാണ് ഇഷ്ടം. ഡിവിഡൻഡാ ഞങ്ങളെ സംബന്ധിച്ച് ലെസ് റിസ്കി. മറ്റേത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് സക്സസ്ഫുൾ ആണ്, എന്നാലേ ക്യാപിറ്റൽ ഗെയിൻ കിട്ടത്തുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഡിവിഡൻഡ് ആർ ലെസ് റിസ്ക്. അപ്പൊ ഗോർഡൻ പറഞ്ഞു, ഗോർഡന്റെ തിയറിയാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഡിവിഡൻഡെ പ്രിഫർ ചെയ്യത്തുള്ളൂ, ദാറ്റ് ഈസ് ലെസ് റിസ്കി, ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി. ക്ലിയർ ആണോ? പുള്ളി പറഞ്ഞതാണ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ സർട്ടൺ ഡിവിഡൻഡ് ടുഡേ. കുറച്ചെങ്കിലും ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്, മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഡിവിഡൻഡ് പ്രിഫർ ചെയ്യുന്നുണ്ട് ടു അൺസർട്ടൈൻ ക്യാപിറ്റൽ ഗെയിൻ. കമ്പനി ചോദിക്കുക ഡിവിഡൻഡ് വേണോ, അത് ഇതും കൂടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ഇത്ര കിട്ടും. അപ്പം ചോദിക്കും ക്യാപിറ്റൽ ഗെയിൻ കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ അസംഷൻ അല്ലേ, എല്ലാം ശരിയായി വന്നാലല്ലേ കിട്ടുള്ളൂ. കുറച്ചെങ്കിലും ഡിവിഡൻഡ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഫോർ അസ് ഡിവിഡൻഡ് ആർ ലെസ് റിസ്ക്. ഓക്കെ ആണോ? ഇതനുസരിച്ച് എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ ഇത് കാണുന്നത്? ഗോർഡൻ ഗ്രോത്ത് മോഡൽ, ഇതിനെ വിളിക്കുന്ന പേര് ഗോർഡന്റെ ഗ്രോത്ത് മോഡൽ എന്നാണ്. ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി എന്ന് വിളിക്കും, ഗ്രോത്ത് മോഡൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഫോർമുല PO is equal to D1 divided by KE minus G. PO പ്രൈസ് ടുഡേ, പ്രൈസ് ടുഡേ അതാണല്ലോ വാല്യൂ ഓഫ് ദ ഫേം, പ്രസന്റ് വാല്യൂ. സോ പ്രൈസ് ടുഡേ ഈസ് ഈക്വൽ ടു D1 ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ. ക്ലിയർ ആണോ? KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, G is equal to ഗ്രോത്ത് റേറ്റ്. ഓക്കെ, സോ പ്രൈസ് ടുഡേ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത് റേറ്റ്. ക്ലിയർ അല്ലേ? അതാണ് അവിടുത്തെ ഫോർമുല, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇതിന്റെ കൺക്ലൂഷൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഹയർ പേ ഔട്ട് ആണെങ്കിൽ, അതായത് കൂടുതൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ഹയർ ഫേം വാല്യൂ, ഫേമിന്റെ വാല്യൂ കൂടും. ക്ലിയർ ആണോ? ഹയർ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ D1ന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ഡിവിഡൻഡ് കൂടുതലായിരിക്കും. പേ ഔട്ട് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്ന എമൗണ്ട് കൂടുതലാണ്. ഡിവിഡൻഡ് കൂടുമ്പോൾ PO ഓട്ടോമാറ്റിക്കലി കൂടും. സിൻസ് PO is greater if D1 is greater, all else equal. ഓക്കെ ആണോ? സോ ഹയർ പേ ഔട്ട് ആണെങ്കിൽ ഫേമിന്റെ വാല്യൂ അതിനനുസരിച്ച് കൂടും. ഗോർഡന്റെ ഗ്രോത്ത് മോഡലില്, ബേർഡ് ഇൻ ദ ഹാൻഡ് മോഡലില് അസ്യൂം KE കോൺസ്റ്റന്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു, ആൻഡ് G അൺഅഫക്റ്റഡ് ബൈ പേ ഔട്ട്, ഗ്രോത്ത് റേറ്റ് ഈസ് അൺഅഫക്റ്റഡ് ബൈ പേ ഔട്ട്. ഓക്കെ ആണോ? അതാണ് എന്ത്? ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി, ഗോർഡന്റെ 1963. ഇപ്പൊ മോഡിഗ്ലാനി മില്ലറിന്റെ നോ ടാക്സ് കേസിലെ തിയറിയും പഠിച്ചു, അതുപോലെ തന്നെ ഗോർഡന്റെ തിയറിയും പഠിച്ചു. ഓക്കെ ആണോ? ഇത് രണ്ടും ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ഇതിനകത്ത്?
ഓക്കെ, അവരവരുടെ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. തിയറികളാണ്. ഓക്കെ ആണോ? തിയറികളാണ്. അടുത്തതാണ് റെസിഡ്യൂവൽ ഡിവിഡൻഡ് തിയറി. റെസിഡ്യൂവൽ ഡിവിഡൻഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിംഗ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ഫിനാൻസിങ് ഓൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അത് മാത്രം ഡിവിഡൻഡ് ആയി കൊടുത്താൽ മതി. പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾ കുറെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മുന്നിൽ കാണുന്നു, നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എല്ലാം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യൂ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിവിഡൻഡ് ആയി കൊടുത്താൽ മതി എന്ന് പറയുന്ന ഡിവിഡൻഡ് തിയറിയാണ് റെസിഡ്യൂവൽ ഡിവിഡൻഡ് തിയറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനാ കൂടുതൽ പ്രയോറിറ്റി? ഫിനാൻസിങ് ഗ്രോത്തിന് ഫിനാൻസ് ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രയോറിറ്റി. ക്ലിയർ ആണോ? ഗ്രോത്തിനെ ഫിനാൻസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് ആ റെസിഡ്യൂ, അതാണ് പേ ഔട്ട്, ഡിവിഡൻഡ് ആയി കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ, ഐഡന്റിഫൈ ഒപ്റ്റിമൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് യൂസിങ് WACC NPV ഗ്രേറ്റർ ദാൻ 0. ഓക്കെ ആണോ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒപ്റ്റിമൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് ആദ്യം സെറ്റ് ചെയ്യുക, നിങ്ങൾ പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട് ഫോർ റേസിംഗ് മണി. ക്ലിയർ അല്ലേ? ആൻഡ് ഫിനാൻസ് വിത്ത് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഫസ്റ്റ്, ആദ്യം എപ്പോഴും റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന രീതിയിൽ ഫിനാൻസ് ചെയ്യാവുള്ളൂ. ഇഫ് ഇൻസഫിഷ്യന്റ് ഇഷ്യൂ ന്യൂ ഇക്വിറ്റി, ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ പുതിയ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുക. ക്ലിയർ ആണോ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, റെസിഡ്യൂവൽ ഏർണിംഗ്സ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, പേ ഔട്ട് റേഷ്യോ വേരി വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാറുന്നതനുസരിച്ച് പേ ഔട്ട് റേഷ്യോയും മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുകയാണെങ്കിൽ പ്രോഫിറ്റിന്റെ നല്ലൊരു ശതമാനം അതിലേക്ക് പോകും, അപ്പൊ ഡിവിഡൻഡ് കൊടുക്കുന്ന കുറയും. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയുകയാണെങ്കിൽ അത്രയും കുറവ് ഭാഗം മാത്രമേ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും, അപ്പൊ ബാക്കി കൂടുതൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ കയ്യിൽ കാണും. സോ ഫേം വിത്ത് ഹൈ ഗ്രോത്ത് ഫേസ് പേ ലോ ഡിവിഡൻഡ്. കൂടുതൽ ഗ്രോത്ത് ഫേസ് ഉള്ള ഫേം ആണെങ്കിൽ കുറച്ച് ഡിവിഡൻഡേ കൊടുക്കത്തുള്ളൂ. ക്ലിയർ ആണോ? മെച്ചുവർ ഫേംസ് കുറച്ചുകൂടെ ഹൈ ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ അല്ലേ? അതാണ് റെസിഡ്യൂവൽ ഡിവിഡൻഡ് മോഡൽ എന്ന് പറയും, തിയറി എന്ന് പറയുന്നത്. ഇനി 1956 വോൾട്ടേഴ്സ് മോഡൽ. ഡിവിഡൻഡ് പോളിസി അഫക്ട് ഫേംസ് വാല്യൂ ഇഫ് ഇന്റേണൽ റിട്ടേൺ ഡിഫർ ഫ്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ വോൾട്ടർ പറയുന്നത് ഇന്റേണൽ റിട്ടേൺസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും ഡിഫറെന്റ് ആണെങ്കിൽ ഡിവിഡൻഡ് പോളിസി അഫക്ട് ചെയ്യും ഫേമിന്റെ വാല്യൂവിനെ എന്നാണ് പറയുന്നത്. അതിന്റെ ഫോർമുലയാണ് D+E-D*R/K ഹോൾ ഡിവൈഡഡ് ബൈ K. ഇ എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ, ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ, ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റീഇൻവെസ്റ്റഡ് റിട്ടേൺ. ക്ലിയർ ആണോ? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്താൽ, റീറ്റേൺ ഏർണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എത്ര റിട്ടേൺ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. സോ ഈ ഇന്റേണൽ റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിവിഡൻഡ് പോളിസി അഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇക്വിറ്റി വഴി ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ചീപ്പർ എങ്കിൽ ആ വഴിക്ക് പോയാൽ പോരായിരുന്നു, ഡിവിഡൻഡ് കൂടുതൽ ഇഷ്യൂ ചെയ്യാമായിരുന്നു. ഇനി ഇക്വിറ്റി വഴി ഫണ്ട് റേസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെങ്കിൽ ഡിവിഡൻഡ് കുറച്ച് ഇഷ്യൂ ചെയ്ത് കൂടുതൽ എന്ത് ചെയ്യാം? റിട്ടേൺ ഏർണിംഗ്സ് വഴി ഫിനാൻസ് ചെയ്യാം. സോ ഇന്റേണൽ റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിഫറെന്റ് ആണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഫേമിന്റെ വാല്യൂവിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇതിനകത്ത് പറയുന്നതാണ്, ഇതാണ് 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ആർ ഗ്രേറ്റർ ദാൻ കെ, ഇന്റേണൽ റിട്ടേൺസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താ പറയുന്നത്? ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അങ്ങനെയാണെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് മാക്സിമൈസസ് വാല്യൂ. ആ കേസിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ആയിരിക്കും, അതായത് കുറച്ച് ഡിവിഡൻഡ് മാത്രം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എന്നാലേ ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ആക്കും. ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ പേ ഔട്ട് ഏർണിംഗ്സ് മാക്സിമൈസസ് വാല്യൂ. ക്ലിയർ ആണോ? അതായത് ഹൈ പേ ഔട്ട്, ഡിവിഡൻഡ് കൂടുതൽ പേ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഇറിലവന്റ്. അതാണ് MM-ന്റെ നോട്ട് ടാക്സിൽ പറയുന്നത്, മോഡിഗ്ലാനി മില്ലർ. അവിടെ ആർ ഇന്റേണൽ റിട്ടേൺസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ബോത്ത് ആർ ഈക്വൽ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇറിലവന്റ് ആണ് ഡിവിഡൻഡ് പോളിസി. സോ ആർ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ആണ് നല്ലത്, ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ പേ ഔട്ട് ആണ് കുറച്ചുകൂടെ നല്ലത്, പേ ഔട്ട് ഏർണിംഗ്സ് ആണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ അല്ലേ? ഗോർഡന്റെയും വോൾട്ടറും രണ്ടായിട്ടാണ്. വോൾട്ടർ യൂസസ് ആറും ഗോർഡൻ യൂസസ് ജി. വോൾട്ടർ ഇന്റേണൽ റിട്ടേൺസിന് 6 എന്നാണ് സൂചിപ്പിക്കുന്നത്,
ഗോർഡൻ ജി ഗ്രോത്ത് റേറ്റിനെയാണ് ജി എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? റിക്വയർ കമ്പയറിംഗ് ആർ ആൻഡ് കെ ടു ഡിസൈഡ് പേ ഔട്ട് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിനകത്ത്? ഓക്കെ അല്ലേ അതിനകത്ത്? ഓക്കെ. അടുത്തത് ഗോർഡൻസ് മോഡൽ 1962 ഓൾസോ കോൾഡ് ദ കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ. ക്ലിയർ ആണോ? ഗോർഡൻ 1962 മോഡലാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സിമിലർ ടു ബേർഡ് ഇൻ ഹാൻഡ് ബട്ട് അസ്യൂം കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡിവിഡൻഡ്. ബേർഡ് ഇൻ ഹാൻഡിന്റെ കൂട്ട് തന്നെയാണ്, അതും ഗോർഡന്റെ തന്നെയായിരുന്നു, സെയിം തന്നെയാണ്. പക്ഷെ ഒറ്റ ഒരു എക്സ്ട്രാ അസംഷൻ ഇവിടെ ഉള്ളൂ. എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആയി ഗ്രോ ചെയ്യുന്നു എന്ന അസംഷൻ. ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആയി ഗ്രോ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഫേം വാല്യൂ ഡിപെൻഡ് ഓൺ പേ ഔട്ട് റേഷ്യോ ആൻഡ് ഗ്രോത്ത് റേറ്റ്. സോ ഇവിടെ പറയുന്നത് പേ ഔട്ട് റേഷ്യോ, അതായത് എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കുന്നു, അതുപോലെ ഗ്രോത്ത് റേറ്റ് എത്ര, ഇതിന്റെ ബേസിസിലാണ് ഫേമിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ PO is equal to D1 divided by KE minus G. ഇവിടെ G ഗ്രോത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? B into R ആണ്. B എന്ന് പറയുന്നത് എന്താ? റിട്ടൻഷൻ റേഷ്യോയാ, അതായത് പ്രോഫിറ്റിൽ എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യുന്നു. 1 ആണ് ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ അതിനകത്തുനിന്ന് പേ ഔട്ട് ഡിവിഡൻഡ് പേ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആ റീറ്റെയിൻ ചെയ്ത്, അതാണ് B. അതേ ഇൻറ്റു റിട്ടേൺ ഓൺ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ R. B ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ബി എത്ര ഹയർ ആണോ ജി അത്രയും ഹയർ ആണ്. ക്ലിയർ ആണോ? ബി എത്ര ഹയർ ആണോ ജി അത്രയും ഹയർ ആണ്. ക്ലിയർ അല്ലേ? ജി ഹയർ ആകുമ്പോൾ D1 എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറയും. D1 എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ്. ക്ലിയർ ആണോ? ഗ്രോത്ത് റേറ്റ്, കാരണം എന്താ? ഗ്രോത്ത് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കും. കാരണം ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്. ഗ്രോത്ത് റേറ്റ് കൂടുമ്പോൾ പൈസ വേണം, അതിനുവേണ്ടി റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കും, കുറച്ച് ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. ഗ്രോത്ത് റേറ്റ് കുറവാണെങ്കിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാം. ക്ലിയർ ആണോ? ഒപ്റ്റിമൽ പേ ഔട്ട് ഡിപ്പെൻഡ്സ് ഓൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ D1 ആൻഡ് G. ഓക്കെ അല്ലേ? സോ അതാണ് ഗോർഡന്റെ മോഡൽ, കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ ആ മോഡൽ? അതിനകത്ത് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എക്സ്ട്രാ വരുന്നത് ഡിവിഡൻഡിന്റെ ഗ്രോത്ത് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അതിന് ജി എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഇൻറ്റു ആർ. പി എന്ന് പറഞ്ഞാൽ റിട്ടൻഷൻ, ആർ എന്ന് പറയുമ്പോൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ബി എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് പേ ഔട്ട്. ഡിവിഡൻഡ് എത്ര പേ ചെയ്തു? 1. ടോട്ടൽ പ്രോഫിറ്റ് അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയാണ് റിട്ടൻഷൻ. ടോട്ടൽ പ്രോഫിറ്റ് 100 ആണെങ്കിൽ അതിന് ഇത്ര ശതമാനം റീറ്റെയിൻ ചെയ്തു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഇനി അടുത്തതാണ് മോഡിഗ്ലാനി മില്ലർ വിത്ത് ടാക്സ് 1961 തന്നെ പറഞ്ഞത്. ഇതിനെ റിലവൻസ് തിയറി എന്ന് വിളിക്കുക. റിലവൻസ്, കാരണം ഈ തിയറി പറയുന്നത് ഡിവിഡൻഡ് പോളിസി ഈസ് റിലവന്റ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? വിത്ത് കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സും അതുപോലെ കോർപ്പറേറ്റ് ടാക്സും ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് പോളിസി മാറ്റേഴ്സ്. ഡിവിഡൻഡ് പോളിസി റിലവന്റ്, അത് റിലവന്റ് ആണ്. എന്തുകൊണ്ട്? കോർപ്പറേറ്റ് ടാക്സ് ഓൺ ഏർണിംഗ് റീറ്റെയിൻഡ് വേഴ്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിഫേഴ്സ്. ക്ലിയർ ആണോ? ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡിന്റെ മേലുള്ള ടാക്സും റീറ്റേൺ ഏർണിംഗ്സിന്റെ മേലുള്ള കോർപ്പറേറ്റ് ടാക്സും രണ്ടും രണ്ടാണ്. അപ്പൊ എത്ര നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എത്ര നിങ്ങൾ റീറ്റെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾ പേ ചെയ്യുന്ന ടാക്സിനും ഡിഫറൻസ് വരും. സോ ഇറ്റ് ഈസ് ഇറിലവന്റ്. ഡിവിഡൻഡ് പോളിസി ഈസ് റിലവന്റ്. പേഴ്സണൽ ടാക്സ് റേറ്റ്സ് ഓൺ ഡിവിഡൻഡ് വേഴ്സസ് ക്യാപിറ്റൽ ഗെയിൻ ഡിഫേഴ്സ്. ഇനി നിങ്ങൾ എന്താ റിസീവിംഗ് എൻഡിലാണെങ്കിൽ, നിങ്ങളാണ് ഇൻവെസ്റ്റർ എങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന രണ്ട് വരുമാനവും ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിന്. ഈ ക്യാപിറ്റൽ ഗെയിന് എന്താ പറയുന്നത്? ക്യാപിറ്റൽ ഗെയിനെ ടാക്സ് ചെയ്യുന്ന പോലെയല്ല ഡിവിഡൻഡിനെ ടാക്സ് ചെയ്യുന്നത്. രണ്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള റേറ്റുകളാണ്. സോ ഈ ഡിഫറൻസ് ഇൻ റേറ്റ്സ്, സോ നിങ്ങൾ ഏത് ഡിവിഡൻഡ് പോളിസിയാണ് എടുക്കുന്നത് എന്നതിനനുസരിച്ച് പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട്സിലും ഡിഫറൻസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് റിലവന്റ്. ക്ലിയർ ആണോ? സോ ഈ ഡിവിഡൻഡ് ടാക്സ്, ഇതിന് കൺക്ലൂഷൻ ആണ്, ഡിവിഡൻഡ് ടാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഡിവിഡൻഡ് ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനേക്കാൾ കൂടുതലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ റീഇൻവെസ്റ്റ്മെന്റ്. കാരണം ഡിവിഡൻഡ് കിട്ടിയാൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് റീഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്ന കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. സോ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് സേവ് ചെയ്യാം, അവരപ്പം ഡിവിഡൻഡ് വേണ്ട, റീഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ എന്ത് സംഭവിക്കും? ലോ പേ ഔട്ട്, കുറച്ച് ഡിവിഡൻഡേ കൊടുക്കത്തുള്ളൂ. ഇനി ഡിവിഡൻഡ് ടാക്സ് ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ?
ഡിവിഡൻഡ് ടാക്സ് കുറവാണെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് താ, അതിനല്ലേ ടാക്സ് കുറവ്, ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാലും കൂടുതൽ ടാക്സ് പേ ചെയ്യണ്ടേ എന്ന് ഇൻവെസ്റ്റേഴ്സ് പറയും. സോ ഡിവിഡൻഡ് ടാക്സ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ലോ പേ ഔട്ടും, ഡിവിഡൻഡ് ടാക്സ് ഇസ് ലെസ് ദാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഹൈ പേ ഔട്ടും ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. And if dividend distribution tax is greater than capital gain tax, firm lean towards low dividend. Clear ആണോ? ഡിവിഡൻഡിന്റെ മേലുള്ള ടാക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഈ ഒന്നാമത്തെ സിറ്റുവേഷൻ ലോ ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അടുത്തതാണ് സിഗ്നലിംഗ് തിയറി എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ചേഞ്ചസ് send signal to the market about management earning expectation. അതായത് ഡിവിഡൻഡ് പോളിസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, കാലാകാലം അവർ കൊടുക്കുന്ന ഡിവിഡൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാനേജ്മെന്റിന്റെ ഏർണിംഗ് എക്സ്പെക്ടേഷനെ സിഗ്നൽ ചെയ്യുന്നു എന്ന് പറയുന്ന തിയറിയാ സിഗ്നലിംഗ് തിയറി. ക്ലിയർ ആണോ? പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോങ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഉണ്ട് എന്നതിന്റെ സിഗ്നലാണ്. ഇൻക്രീസ് ഇൻ ഡിവിഡൻഡ് സിഗ്നൽ ഓഫ് സ്ട്രോങ് ഫ്യൂച്ചർ ഏർണിംഗ്സ്. അപ്പൊ എന്ത് സംഭവിക്കും? ഷെയർ പ്രൈസ് കൂടും. ഇവർക്ക് കൂടുതൽ ഏർണിംഗ്സ് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ കാരണം അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഷെയർസിന്റെ വാല്യൂ കൂടും, ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വരും. ഡിവിഡൻഡ് കട്ട് ചെയ്താൽ നെഗറ്റീവ് സിഗ്നൽ ആണ്, ഷെയർ പ്രൈസ് കുറയും. ഇതാണ് സിഗ്നലിംഗ് തിയറി പറയുന്നത്. ക്ലിയർ ആണോ? സിഗ്നലിംഗ് തിയറി അനുസരിച്ച് ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഉണ്ട്, കാരണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വേറെ പൈസ കണ്ടെത്താനുള്ള സ്രോതസ് ഉണ്ട്, റീറ്റെയിൽ പ്രോഫിറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല, ഷെയർ പ്രൈസ് കൂടും. ഡിവിഡൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സിഗ്നൽ ആണ്, ഷെയർ പ്രൈസ് കുറയും. ഡിവിഡൻഡ്സ് ആർ എ ക്രെഡിബിൾ സിഗ്നൽ only if managers have asymmetric information. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മാനേജേഴ്സിന് അസമെട്രിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ മാത്രം, എന്നാൽ മാത്രമേ ഡിവിഡൻഡ് എന്താ ഒരു ക്രെഡിബിൾ സിഗ്നൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് സിഗ്നലിംഗ് തിയറി പറയും. അടുത്ത തിയറിയാണ് ഏജൻസി തിയറി. Conflict between managers and shareholders. Managers may hoard cash for empire building. ഷെയർഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ക്ലിയർ ആണോ? ഷെയർഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർഹോൾഡേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെ മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ മാനേജേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കും, ഡിവിഡൻഡ് കൊടുക്കത്തില്ല. ക്ലിയർ? So paying dividends reduce free cash flow, mitigating agency cost. ഓക്കെ ആണോ? സോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് ആണെങ്കിൽ ലോവർ ഏജൻസി കോസ്റ്റും അപ്ലൈസ് മോർ ടു ഫേം വിത്ത് പുവർ ഗവൺമെന്റ്. ക്ലിയർ അല്ലേ? സോ ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് ആണ്, കൂടുതൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ലോവർ ഏജൻസി കോസ്റ്റ് ആണ്. അപ്പം അവിടെ ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളുമാണ് എന്നൊരു സിഗ്നൽ. ക്ലിയർ ആണോ? ആൻഡ് പേയിങ് ഡിവിഡൻഡ് റെഡ്യൂസസ് ഫ്രീ ക്യാഷ് ഫ്ലോ, മിറ്റിഗേറ്റിംഗ് ഏജൻസി കോസ്റ്റ്. ഓക്കെ അല്ലേ? സോ അതാണ് ഏജൻസി തിയറി പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട തിയറീസ് റിലേറ്റഡ് ടു വാട്ട്? റിലേറ്റഡ് ടു ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിയറീസ് ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി ബാക്കിയുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റും സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ മൊഡ്യൂളും തീരും. അടുത്ത ക്ലാസ്സിൽ ഇതും ഡിസ്കസ് ചെയ്ത് മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാം, വിച്ച് ഇസ്